അയ്യോ, ഇതാ കള്ളം തന്നെയായിരുന്നു. പക്ഷെ അവൻ വൃത്തിയാക്കുന്നതിനിടയിൽ എങ്ങനെ മോഷ്ടിച്ചു? കാരണം അയാളുടെ ജോലി അതായിരുന്നല്ലോ. അപ്പൊ പിന്നെ വൃത്തിയാക്കിക്കൊണ്ട് തന്നെയല്ലേ മോഷ്ടിക്കുള്ളൂ. ദാ ഇത് നോക്കിയേ. അയ്യോ. ഓഹോ, പൊള്ളുന്ന വെയിലത്ത് പുറത്തിറങ്ങുന്നത് കഷ്ടമാണ്. ഇനി ഞാൻ എന്റെ വണ്ടി എങ്ങനെ കണ്ടുപിടിക്കും? വണ്ടിയുടെ സെക്യൂരിറ്റി സിസ്റ്റം ഇപ്പൊ കംപ്ലൈന്റ് ആണ്. ആ ആ ആ ഇതാ കിടക്കുന്നു എന്റെ വണ്ടി. വെളുക്കാൻ ക്രീം തേച്ച് മുഖം മുഴുവൻ പാണ്ടായി. സെക്യൂരിറ്റി സിസ്റ്റത്തിനായിരുന്നു പ്രോബ്ലം. ഇപ്പതാ കാറും മോഷണം പോയി. കുട്ടിക്കാലത്ത് എന്റെ മുത്തശ്ശി എനിക്ക് കഥ പറഞ്ഞു തരുമായിരുന്നു. എന്റെ അമ്മു കാറിൽ മിസ് കാഡ്കറിന്റെ പാർസൽ ഉണ്ടായിരുന്നു. എന്റെ ദൈവമേ, ഇനി ആരുടെ കയ്യിൽ നിന്ന് അടികിട്ടും? അയ്യോ. കുരുവി പറന്നു, കാക്ക പറന്നു. നിന്റെ കാക്ക എന്താ പറക്കാത്തത്? കാരണം എന്റെ കാക്ക ക്ഷീണിച്ചു, അതുകൊണ്ട് റെസ്റ്റ് എടുത്തോണ്ടിരിക്കുകയാണ്. മൈന പറന്നു. ഇപ്പൊ നിന്റെ മൈന എന്താ പറക്കാത്തത്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കാക്ക റെസ്റ്റ് എടുക്കുവാണെന്ന്. പിന്നെന്താ? എടാ പൊട്ടാ, ഇത് മൈനയല്ലേ, പിന്നെന്താ കുഴപ്പം? അത് വേറൊന്നും കൊണ്ടല്ല, ഈ മൈനയുടെ വീട്ടിലാണ് കാക്ക റെസ്റ്റ് എടുക്കുന്നത്. അപ്പൊ മൈനക്ക് എങ്ങും പോവാൻ പറ്റില്ല. കഴുത പറന്നു. എന്റെ ദൈവമേ, പറക്കുന്നതിനെ ഒന്നും പറപ്പിക്കില്ല, പറക്കാത്തതിനെ ഒക്കെ അവൻ പറപ്പിക്കുന്നുണ്ട്. അതെ, ബിക്കോസ് ഐ ലവ് ചലഞ്ചസ്. പറക്കാൻ കഴിയാത്തവയെ പറപ്പിക്കുന്നതിലല്ലേ കഴിവുള്ളത്. അഥവാ ഒന്നിനും പറ്റിയില്ലെങ്കിൽ ഞാൻ എന്റെ കഴുതയെ ഹെലികോപ്റ്ററിൽ കൊണ്ടുപോയി പറപ്പിക്കും. പക്ഷെ എന്തായാലും പറപ്പിക്കും. എന്റെ കഴുത എന്നെങ്കിലും ഒരിക്കലും പറന്നിരിക്കും. പറയൂ ഖന്ന സർ. ഓ അത് ശരി, എന്റെ പാർസൽ നിങ്ങൾ വാങ്ങിയോ? ഓ താങ്ക് യു ഖന്ന സർ, താങ്ക് യു സോ മച്ച്. എന്താ വണ്ടിയിൽ വെച്ചെന്നോ? എന്ത്, വണ്ടി മോഷണം പോയെന്നോ? കുട്ടികളെ കേട്ടല്ലോ, ഖന്ന സാറിന്റെ വണ്ടി മോഷണം പോയെന്ന്. എന്റെ പാർസലും അതിലായിരുന്നു. ശരി, നിങ്ങൾ ചെല്ല്, അദ്ദേഹത്തെ സഹായിക്ക്. പോകൂ. മോഷണം? വിഷുവിന് ഞങ്ങൾ റോക്കറ്റുകൾ വിട്ടു. ഒന്ന് അങ്ങോട്ടും പോയി, ഒന്ന് ഇങ്ങോട്ടും പോയി. ഇപ്പൊ ഇവിടെ കിടന്ന എന്റെ കാർ ആരോ കട്ടോണ്ടും പോയി. അപ്പൊ പിന്നെ വണ്ടിയുടെ സെക്യൂരിറ്റി എല്ലാരും അടിച്ചില്ലേ? ഞാൻ ഈ ഇടയ്ക്ക് ഫ്രണ്ട്സിന്റെ കൂടെ മൂന്നാർ ഒന്ന് പോയിരുന്നു. സെക്യൂരിറ്റി അലാറം എങ്ങനെ അടിക്കാനാ? അത് ഇതിനു മുമ്പേ തന്നെ കംപ്ലൈന്റ് ആയിരുന്നു. എന്റെ വണ്ടി ആരോ മോഷ്ടിച്ചു, എന്റെ വണ്ടി ആരോ മോഷ്ടിച്ചു. മറ്റുള്ളവരുടെയും വണ്ടി പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. കാറ് മോഷ്ടിക്കുന്നവന്മാരെ ഉടനെ കണ്ടെത്തണം.
എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, ഈ ലോകം തന്നെ കള്ളന്മാരുടെ മെയിൻ കേന്ദ്രമാണ്. എല്ലാവരും അവരവരുടെ ആവശ്യങ്ങൾക്ക് പലതരത്തിൽ മോഷ്ടിക്കുന്നു. ഞാൻ ഇന്ന് മോഷ്ടിച്ച കാറ് കണ്ടോ ബ്രോ? നോക്ക്. ഞാൻ നിന്നോട് പറഞ്ഞത് എനിക്ക് വേണ്ടി ഒരു സ്പോർട്സ് കാർ കൊണ്ടുവരാൻ വേണ്ടിട്ടല്ലേ? അളിയ, ഇത് സ്പോർട്സ് കാർ തന്നെയാണ്. കാരണം ഇത് ഓടിച്ചിരുന്നവൻ ഏതോ സ്പോർട്സിന്റെ ഭാഗമായി പോവുകയായിരുന്നു. ഓ ഓ, നീ ഇന്ന് എത്ര കാറുകൾ മോഷ്ടിച്ചു സൂര്യ? അളിയന് സംഗീത ജ്ഞാനം തീരെ ഇല്ല അല്ലേ? നീ റീന്ന് മാത്രമേ പറയുകയുള്ളൂ. റീ കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഗ മ പ ധ നീ, പിന്നെ സ, പിന്നെ രീ. ഇത് സംഗീതമല്ല, നിന്റെ പേര് വിളിച്ചതാണ്. ആദ്യം നീ ഇത് പറയേ, എത്ര കാറുകൾ മോഷ്ടിച്ചു? ഇന്ന് മാത്രം 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 പിന്നെ 17 18 19 20 മൊത്തം 3 കാറുണ്ടല്ലയാ. ഓ എടാ, പിന്നെ ഇത്രയും നേരം നീ എന്തിനാ എണ്ണിയത്? അതായത് 20 3 പോയി കഴിഞ്ഞാൽ ബാലൻസ് 17 ആകും. 17 10 പോയി കഴിഞ്ഞാൽ 7 ആകും. 7 4 കുറച്ചാൽ അപ്പോൾ അത് 3 ആകില്ലേ? അതാളിയാ കാരണം. എനിക്കൊന്നും മനസ്സിലായില്ല. എനിക്കേ മനസ്സിലായില്ല. അപ്പോഴാ നിനക്ക്. ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഞാൻ കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. നീയും ക്ഷീണിച്ചു കാണുമല്ലോ. നീ പോയിട്ട് സമാധാനത്തോടെ നല്ല ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ട് വാ. ഈ ലോകം തന്നെ ഒരു അടുക്കളയാണ് അളിയാ. അവരവർക്കുള്ള ചപ്പാത്തി അവരവർ തന്നെ ഉണ്ടാക്കണം. ഉണ്ടാക്കേണ്ട ആവശ്യം നിനക്കാണ്. എനിക്കത് തിന്നേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അത് ശരി. ഇത് നഗരത്തിലെ വിലപിടിപ്പുള്ള കാറുകളുടെ പാർക്കിംഗ് ആണ്. അവരിവിടെ തീർച്ചയായിട്ടും വരും. പക്ഷെ എല്ലാ വണ്ടികളും ലോക്കാണല്ലോ, പിന്നെ എങ്ങനെയാ വണ്ടി ഓടിച്ചോണ്ട് പോവുക? എടാ, അവന്മാര് കള്ളന്മാരാ. അവരുടെ കയ്യിൽ തീർച്ചയായും മാസ്റ്റർ കീ ഉണ്ടാവും. എന്റെ അമ്മ, ഹെഡ് മാസ്റ്റർ വലിയ സാധനമായിരുന്നു. എന്നെ സ്കൂളിൽ വെച്ച് ഒരുപാട് തല്ലിയിട്ടുണ്ട്. ഇത് നീ ഉദ്ദേശിച്ച മാസ്റ്റർ അല്ല. ഇത് കാർ തുറക്കാനായിട്ടേ കള്ളന്മാർ ഉപയോഗിക്കുന്ന കീയാ. KEY കീ, അതായത് കള്ള താക്കോല്. നിങ്ങൾ അങ്ങോട്ടൊന്ന് മാറി നിൽക്ക്. എനിക്ക് ഇവിടേക്കൊന്ന് വൃത്തിയാക്കണം. ഓക്കേ? നിങ്ങൾ ഇങ്ങനെ വൃത്തിയാക്കുന്ന സമയത്ത് ഭൂമി തൊട്ട് നമസ്കരിക്കാറൊന്നുമില്ലേ? ഇല്ല സാറേ, ഞങ്ങള് ഭൂമിയിൽ തൊട്ട് നമസ്കരിക്കാറൊന്നുമില്ല. ഓക്കേ? അയ്യോ, അപ്പൊ തനിക്ക് അറിയില്ലേ, നമ്മുടെ ജോലി തന്നെയാണ് നമ്മുടെ ദൈവം. കൊള്ള. ഇവനെ ശ്രദ്ധിക്കണ്ട. നിങ്ങൾ നിങ്ങളുടെ പണി തുടങ്ങിക്കോ. അയ്യോ, ഇതാ കള്ളം തന്നെയായിരുന്നു. പക്ഷെ അവൻ വൃത്തിയാക്കുന്നതിനിടയിൽ എങ്ങനെ മോഷ്ടിച്ചു? കാരണം അയാളുടെ ജോലി അതായിരുന്നല്ലോ. അപ്പൊ പിന്നെ വൃത്തിയാക്കിക്കൊണ്ട് തന്നെയല്ലേ മോഷ്ടിക്കുള്ളൂ. ദാ ഇത് നോക്കിയേ. കള്ളന്മാർ ഇനിയും ഇതുപോലെ വണ്ടികൾ കൊണ്ടുപോയെന്ന് വരാം. വരൂ, നമുക്ക് വേഗം അവരെ പിന്തുടരാം. അയ്യോ, ഈ ലോകം ഒരു റേസിംഗ് ട്രാക്കാണ് പൊന്നളിയാ. എല്ലാവരും അവരുടെ വണ്ടികൾ സ്പീഡിൽ തന്നെ ഓടിക്കേണ്ടി വരും. അല്ല, ഇയാളെന്തിനാ ഇങ്ങനെ ഹോൺ അടിക്കുന്നേ? കാരണം നമ്മൾ റോഡിന്റെ മധ്യത്തിലാ പോനെ. മദ്യം ആരോഗ്യത്തിന് ഹാനികരമല്ലേ അച്ഛാ? എടാ, ഞാൻ ഉദ്ദേശിച്ചത് റോഡിന്റെ നടുക്കാണെന്നാ. നമ്മൾ മാറിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും അച്ഛാ? കാറിനൊന്നും സംഭവിക്കില്ല മോനെ. നമ്മൾ നേരെ പരലോകത്ത് എത്തും. ഓ, എന്നാൽ നമുക്ക് പരലോകത്തുള്ള റോഡിൽ കൂടെ നടക്കാം അച്ഛാ. ഓ, ഞാൻ തന്നെ സൈഡിൽ കൂടെ പൊക്കോളാം. അതാ നല്ലത്. സൈഡിൽ കൂടെ എന്തിനാ പോകുന്നേ? കാരണം ഈ കാളകളോട് കാള കളിച്ചിട്ട് എന്താ കാര്യം? അതല്ലേ നല്ലത്. അളിയാ, നീ ഇങ്ങോട്ട് നോക്കിയേ. ഈ ലോകം വലിയ റോഡാണ്. അറിയില്ല ഈ യാത്ര എവിടെ ചെന്ന് അവസാനിക്കുമെന്ന്. സോർദാറേ, എന്നെ എടുത്തെറിയേ.
ദേ നോക്ക്, എന്ത് പറയാണെങ്കിലും കള്ളം പറയരുത്. ദേ നോക്ക്, ഞാൻ എപ്പോഴും സത്യം മാത്രമേ പറയൂ. കള്ളം പറഞ്ഞാ ശിക്ഷ കിട്ടും. ശിക്ഷ കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ ഇത്രയും പെട്ടെന്ന് കിട്ടുമെന്ന് കരുതിയില്ല. അയ്യോ, ചെറുതായിട്ടൊന്ന് മിസ്സായി പോയി. എങ്ങോട്ടാടാ നീയൊക്കെ പേടിച്ചു ഓടുന്നത്? പേടിച്ചോടിയതൊന്നുമല്ല, ഇത് ഞങ്ങളുടെ റണ്ണിംഗ് ടൈം ആയതുകൊണ്ടാ. ഓക്കേ, ഇനി ജയിലിൽ പോയിട്ടാവാം റണ്ണിങ്. ഈ ലോകം തന്നെ ഒരു ജയിലാണ് അളിയ. എല്ലാവരും അവരുടെ ശിക്ഷ അനുഭവിച്ചേ മതിയാകൂ അളിയ. ഞാൻ ഇന്ന് തിയേറ്ററിൽ പോയി കാണാൻ പോകുന്ന സിനിമയാണ് മിഖായൽ. മിസ് കാട്ട്കർ, ഇതാ പിടിക്കൂ നിങ്ങളുടെ പാർസൽ. അടികൈ. അല്ല, പക്ഷെ ഇതിൽ എന്താ ഉള്ളത്? ആഹാ, ഇതിലുള്ളത് വണ്ടിക്കായുള്ള സെക്യൂരിറ്റി സിസ്റ്റം ആണ്. ഇത് ഞാൻ കണ്ണ സാറിന്റെ വണ്ടിക്ക് വേണ്ടി വാങ്ങിയതാ. ഓഹോ